അൺഎംപ്ലോയ്മെൻറ്റ് അതിഭയങ്കരമായിട്ടങ്ങ് മാറും ഇന്ത്യയിൽ. വേറെ ഏതൊക്കെ സെക്ടറിലാണ് നോക്കാം നമുക്ക്? ഫാർമ സെക്ടർ ഈ 20% ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ വരികയാണെങ്കിൽ, അതായത് റെസിപ്രോക്കൽ എക്സ്ട്രീമാണ് ഞാൻ ഈ പറയുന്നത്, 7 മുതൽ 10 ലക്ഷം പേരുടെ ജോലി ഇല്ലാതാകും ഡയറക്റ്റായിട്ട്. അതിനേക്കാളുപരി ഈ കമ്പനികൾ മുഴുവൻ ലേ ഓഫിലോട്ട് പോകും. അപ്പോൾ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 20% വന്നു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റ് റെസിപ്രോക്കൽ ഇന്ത്യ ചെയ്യുന്ന അതേ ടാരിഫ് അമേരിക്ക ചെയ്താൽ, അപ്പോൾ അമേരിക്കൻ ഗുഡ്സിന് ഇന്ത്യ കൊടുക്കുന്ന ടാരിഫ് എങ്ങനെയായിരിക്കും? കാരണം ഇപ്പം പുതിയ കണക്കനുസരിച്ച്, ബജറ്റ് അനുസരിച്ച് ചിലതിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്. അതേ ടാരിഫ് അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യൻ പ്രോഡക്റ്റിനെ ഏർപ്പെടുത്തിയുള്ള സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇന്ത്യൻ ഫാർമ സെക്ടർ പൊളിഞ്ഞ് നാശമാകുന്നല്ല, വെടിതീർന്നു പോകും പൂർണ്ണമായിട്ടും. കാരണം പിന്നെ മറ്റുള്ള മാർക്കറ്റുകൾ നോക്കണം. ആഫ്രിക്കയാണെങ്കിലും കാരണം യൂറോപ്യൻ മാർക്കറ്റൊന്നും അല്ല, ആഫ്രിക്ക മറ്റുള്ള മാർക്കറ്റ് നോക്കണം. ഈ മാർക്കറ്റ് ഈ പറയുന്ന പോലെ അമേരിക്ക പോലൊരു മാർക്കറ്റും അല്ല. അപ്പോൾ ആ സെക്ടർ പൊളിഞ്ഞു പോകും.